അനാർക്കലിയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടണമില്ല. അനാർക്കലി ഒന്ന് അർജന്റായിട്ട് എന്നെ തിരിച്ചു വിളിക്കണം, ഒരു ആവശ്യം ഉണ്ടായിരുന്നേ. ആ ഞാൻ അറിഞ്ഞ്. എന്ത് എവിടെ എന്ത് പാറുവിന്റെ അടുത്തെല്ലാം പറഞ്ഞായിരുന്നു. ലച്ചു എന്തു പറഞ്ഞു? സർപ്രൈസ് എവിടെ? സർപ്രൈസാ? എന്ത് സർപ്രൈസ്? സിദ്ധു ചുമ്മാ കളിക്കല്ലേ. എന്തായാലും അറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് കാത്തിരിക്കാനൊന്നും വയ്യ. ഞാൻ കൈയോടെ നേരെ. ലച്ചു നീ എന്തൊക്കെയാ പറയണേ? പാറു നിന്റെ ചേച്ചിക്ക് തന്നെ പറ്റിയേ? സോറി അളിയാ, പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ കണ്ട കാര്യമെല്ലാം ചേച്ചിയെടുത്ത് പറഞ്ഞു. എന്തെന്ന്? എന്നോടൊന്നും തോന്നല്ലേ? പാറുവേ, നീ ഇതേ അളിയന്റെ കയ്യിൽ തന്നെ കൊടുക്ക്. അളിയന്റെ കൈ കൊണ്ട് എനിക്ക് തരട്ടെ. അളിയാ ഇന്നാ. എന്നോടൊന്നും തോന്നല്ലേ? ഏയ് ഒന്നും തോന്നുന്നില്ല. നോക്കി നിക്കണത് കൊടുക്കങ്ങോട്ട്. കൊടുക്കങ്ങോട്ട്. അത് വേണോ? എന്തോന്ന് വേണോന്ന്? പാവം എന്റെ ചേച്ചി, ആകെ ജീവിതത്തിൽ കുറച്ച് സർപ്രൈസ് കിട്ടിയിട്ടുള്ളൂ. അളിയൻ കൊടുക്കങ്ങോട്ട്. ഇങ്ങോട്ട് വാങ്ങങ്ങോട്ട്. അമ്മൂമ്മ ഓടി വായോ. അളിയൻ ലച്ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോകും. അയ്യോ, പിന്നെ എന്നെ എങ്കൾട്ട് സൊല്ലാൻ വരുന്നേ. ഞാൻ കത്തയച്ചിരുന്നു, കിട്ടിയില്ല. അയ്യോടാ, എന്താണേലും നിങ്ങൾ കറക്റ്റ് ടൈമിൽ വന്നല്ലോ. എനിക്ക് അറിയാമായിരുന്നു എത്തുമെന്ന്. വന്നതിൽ ഒരുപാട് സന്തോഷം. അതൊക്കെ പിന്നെ ആവട്ടെ, കൊടുക്കങ്ങോട്ട് അളിയാ. അത് വേണോ? കാണിക്കാണ് അങ്ങോട്ട്, കൊടുക്കങ്ങോട്ട്. ഈ പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അല്ല, ലച്ചൂസന്റെ പ്രപഞ്ചമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞതാ. എന്താ ഇത്? ഡ്രസ്സാണെന്ന് തോന്നുന്നു. ഡ്രസ് കവറിന്റെ അകത്ത് വേറെ കവറ്. ടോപ്പാ? ടോപ്പായിരുന്നോ? ടോപ്പ് ടോപ്പ് ടോപ്പ്. കൊള്ളാം, നല്ല രസമുണ്ട്. വേഗം പോയിട്ടോണ്ടോ? അത് വേണോ? പിന്നെ ചേച്ചി വന്ന് ചേച്ചി ഇട്ടോക്കണ്ടേ? പോയിട്ടോണ്ടോ? ഇട്ടിട്ട് വരാവേ. എന്റെ കുഞ്ഞിന്റെ ഒരു സന്തോഷം കണ്ടോ? ചുരിദാറല്ലേ? അളിയാ വന്നേ. ചെറിയ പ്രശ്നമുണ്ട്. നിന്റെ ചേച്ചി നിന്റെ കൊല്ലു. അളിയാ, നിന്നെ ഞാൻ പിക്ക് ചെയ്യാൻ വന്നില്ലായിരുന്നു കാക്കനാട്. വരുന്ന വഴിക്ക് ഞാൻ നമ്മുടെ അനാർക്കലി ടീച്ചറിനെ കണ്ടായിരുന്നു. അപ്പൊ ടീച്ചറിന് ചെറുതായിട്ടൊരു ലിഫ്റ്റ് കൊടുത്തു. ഞാൻ ലിഫ്റ്റ് കൊടുത്തു. അപ്പൊ ടീച്ചറുടെ കവറാടാ അത്. അവളത് എടുക്കാൻ മറന്നു പോയതാ. അവൾക്ക് വേണ്ടി മേടിച്ചതല്ല. ചുരിദാർ ടീച്ചറിന്റെ. അളിയാ, ഈ കേസിലെ എനിക്ക് അളിയന് വേണ്ടി വാദിക്കാൻ പറ്റൂല. ഞാൻ എന്തിനു പറഞ്ഞാലും ആവിയായിട്ട് മുകളിലോട്ട് പോത്തേ ഉള്ളൂ. അല്ല, പൈതവ അളിയത് എന്തിനാ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു? എന്റെ ആർത്താവ് മേപ്പോട്ട് പോകുമ്പോ നീ എങ്കിലും സത്യം അറിഞ്ഞിരിക്കണ്ട. ഞാനൊന്നും കേട്ടിട്ടില്ല, അളി എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പ്രശ്നം കഴിഞ്ഞല്ലോ. ഇല്ല, എന്താണ് അളിയനോടൊരു സംസാരം? അളിയൻ അധികം വേഗം ചൊവ്വയിലേക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടും എന്ന് പറയായിരുന്നു. ചിലപ്പോ ഇപ്പൊ തന്നെ. ചൊവ്വയിലോട്ടാ? ചുമ്മാ പോളിയാ. പോയി കഴിഞ്ഞാൽ ഒരു തിരിച്ചുവരവുണ്ടാവില്ല. ചേച്ചി തുറക്ക്. ചേച്ചി തുറക്ക്, നമ്മൾ കാണട്ടെ ഡ്രസ്. തുറക്ക് ചേച്ചി അങ്ങോട്ട്. ഇത് വലുതാ. നീ എന്തിനാ സൈസ് ലാർജ് എടുത്തേ? അളിയ,
ഇത് അളിയന് ഇടാൻ വേണ്ടി വാങ്ങിച്ച ചുരിദാറാണാ? ഓ അതിപ്പോ ആ സവിതയുടെ കയ്യിലോട്ട് കൊടുത്താൽ വെട്ടി ചുരുക്കി ചെറുതാക്കി തരത്തില്ലയോ? തന്നെ ഇത് വെട്ടി ചുരുക്കി ചെറുതാക്കിയിട്ട് ബാക്കി വരുന്ന തുണി കൊണ്ട് ഇതേപോലത്തെ ഒരു ടോപ്പ് അടിക്കാം. സിദ്ധു, എന്നാലും ഈ ഡ്രസ്സിന്റെ സൈസ് മറന്നുപോയല്ലോടാ. SO XSO മതിയായിരുന്നു. അത് അത് പറ. അത് ഞാൻ വാങ്ങിച്ച കടയിലേ ഈ കളറിൽ ഈ സൈസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ വേറെ കളർ എടുത്താ പോരായിരുന്നോ? എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടെ. ഇതാ ഇഷ്ടപ്പെട്ടെ? കുഴപ്പമില്ല, എനിക്കും ഇഷ്ടപ്പെട്ട്. ഞാൻ ഷേപ്പ് ചെയ്തെടുത്തോളാം. ഞാൻ മാറട്ടെ. മനസ്സിലേ പ്രതി പ്രതി. ആൾക്കാർ തന്നെ ഇഷ്ടപ്പെട്ട്. ഇനി ടീച്ചർക്ക് സാധനം അങ്ങോട്ട് കിട്ടണ്ടല്ല. കറക്റ്റ് തെന്നിപ്പോ ഇവിടെ തൊട്ടിട്ട് ഹായ് അനാർക്കലി ടീച്ചർ. അളിയനുള്ള പണിതാ പറഞ്ഞു. ടീച്ചറെ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്തൊരു ടീച്ചർ ഈ വഴിക്കൊക്കെ? അല്ല, ഞാന് ചുമ്മാ ഇറങ്ങിയതാ. ചുമ്മാറേ സിദ്ധു ഇല്ലേ? സിദ്ധു ഉണ്ട്. അങ്ങനെ വരട്ടെ, അല്ലെങ്കിൽ പിള്ള ചെങ്കള്ളം പറയുന്നതായിരിക്കും. അളിയാ, സിദ്ധു അളിയോ, ഇതാരും വന്നേക്കണേന്നോ കളിയനെ കാണാൻ. ഓടിങ് ബാ. ടീച്ചറാ? എന്താ ടീച്ചറെ? സിദ്ധു ആ കവർ 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 ഞാൻ എല്ലാ ഫ്രണ്ട്സിനും അയച്ചിട്ടുണ്ട്. എന്താ പറ? ലെച്ചൂസേ, ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു ഗെറ്റ് ടുഗദർ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അതിന്റെ ഇൻവിറ്റേഷൻ അയക്കുന്ന കവറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതാ അല്ലേ? എല്ലാ ഫ്രണ്ട്സും വരുന്നുണ്ടോ? എല്ലാ ഫ്രണ്ട്സും വരുന്നുണ്ട്, എല്ലാ ഫ്രണ്ട്സും വരുന്നുണ്ട്. ടീച്ചറെ ഗുഡ് മോർണിംഗ്. ഈ സമയത്തോ? അയ്യോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ടീച്ചറെ എന്നാ വാ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരി. അളിയാ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. കേശുവിന്റെ അടുത്ത് എല്ലാ കാര്യവും പറഞ്ഞു. നോ വറീസ്. പറഞ്ഞ നമ്മള് ചങ്കും കയറില്ലല്ലോ. ലെച്ചൂസും നമ്മുടെ ചങ്കല്ലേ? എന്നാ ഞാൻ പോയി പറയട്ടെ, ചങ്കിടിച്ച് കാട്ടും. വേണ്ട, നിങ്ങൾ പരിപാടി നടക്കട്ടെ, ഞാൻ പോയിട്ട് അനാർക്കലി ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിലേ ആ കവറ് ലെച്ചൂസിന്റെ കയ്യിലായി പോയി. അയ്യോ, അപ്പൊ ഇതിന് കിട്ടാൻ ചാൻസ് ഇല്ലേ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിന് കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ ടീച്ചർ പേടിക്കണ്ട, നോ വറീസ്. അളിയൻ പുതിയത് വാങ്ങി തരും, ഇല്ല അളിയാ? ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ലച്ചുവിന്റെ അടുത്ത് പറഞ്ഞാ പോരെ, ലച്ചു തരില്ലേ അത്? ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി. അപ്പൊ നമ്മള് ഈവന്റ് മാനേജ്മെന്റ് ടീമിനെ ഏൽപ്പിക്കുന്നു. അല്ലെങ്കിൽ അത് വേണ്ട, അത് ഞാൻ ചെയ്തോളാം. എന്തോന്ന്? ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്ന കാര്യമേ. എന്റെ പൊന്നു ടീച്ചറെ, ഈ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത പിള്ളേരെ എനിക്കറിയാം. ഞാൻ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. എന്തിനാണ് ഇവനെ കേൾപ്പിക്കണത്? അതിനോട് ഞാൻ യോജിക്കുന്നു. ഈ മണ്ടനെ കൊടുക്കണ്ട. ടീച്ചർ എന്നാ ജ്യൂസ് കുടി. ഓ താങ്ക്സ് കേട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോ കുടിക്കാൻ പറ്റിയില്ലല്ലോ. കുഴപ്പമില്ല. എന്തായിരുന്നു പരിപാടി? എന്ന് എന്റെ 2-3 ഫ്രണ്ട്സിനെ കാണാനുണ്ടായിരുന്നേ. അപ്പൊ അങ്ങനെ ഇറങ്ങിയപ്പോ ആ വഴിക്ക് ഇങ്ങോട്ട് പോകുന്നതാ. ഞാനും എന്റെ ഫ്രണ്ട്സിനെ കണ്ട് കൊറേ നാളായി. കാണാൻ പോണം. അതെ, ഇടയ്ക്കിടെ കാണാൻ പോണം ചേച്ചി. എന്താടാ പോണം, നല്ല കാര്യം. എന്നാ ശരി, എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. ഇത്ര പെട്ടെന്നാ? ഇനിയിപ്പോ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. സിദ്ധു, ഞാൻ പോട്ടെ. ടീച്ചറെ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം, ഇപ്പൊ വരാം. എന്ത് പറ്റി ലച്ചു? ഒരു മിനിറ്റ്. എല്ലാം പൊതിഞ്ഞു കൊടുത്തിടാനായിരിക്കും. കൊഴപ്പൊന്നും ഇല്ലല്ലോ. എന്തോ
ഇത് ടീച്ചറിന്റെ കവറല്ലേ? അതെ, ഇത് എന്റെ കവറാന്ന് എങ്ങനെ മനസ്സിലായി? സിദ്ധു പറഞ്ഞായിരുന്നു. അല്ല, ഇത് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. നീ അങ്ങനെ പറഞ്ഞ? എനിക്ക് തോന്നണേ കുറച്ചു മുന്നേ ഞാൻ ഇവരൊന്ന് വരട്ടിയായിരുന്നു. ചിലപ്പോ പേടിച്ചിട്ട് പറഞ്ഞായിരിക്കും. ഇന്ന് രാവിലെ സിദ്ധു എന്നെ കണ്ടപ്പോ ലിഫ്റ്റ് തന്നായിരുന്നേ. അപ്പോ ഈ കവറ് സിദ്ധുവിന്റെ കയ്യിലായിപ്പോയി. പറഞ്ഞായിരുന്നു. എന്തായാലും താങ്ക്സ് ഉണ്ട്. ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ എന്നാ. പാറു അവളും അമ്മൂമ്മയും കനാരിയുടെ കടയിൽ പോയി. ഓ, എന്നാ പിന്നെ അടുത്ത പ്രാവശ്യം കാണാം. ശരി കേട്ടോ, ബൈ ബൈ. ബൈ സിദ്ധു. ടീച്ചറിനെ ഗേറ്റ് വരെ ഞാൻ കൊണ്ടുവിടാം. ഞാൻ വരാം. ലച്ചു, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ വണ്ടിയും കൊണ്ട് പോകുന്ന വഴിക്ക് ടീച്ചറിനെ കണ്ടു. ടീച്ചറിന് ലിഫ്റ്റ് കൊടുത്തു. ടീച്ചറിന്റെ കയ്യിലുണ്ടായിരുന്ന കവർ നിന്റെ കയ്യിലായിപ്പോയി. അതല്ലേ? ലച്ചു, അല്ല ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, ടീച്ചറിന്റെ ആണ് ഈ കവർന്ന് ടീച്ചർ പറയുന്നതിന് മുന്നേ നിനക്ക് എങ്ങനെ മനസ്സിലായി? ഞാനേ നിന്റെ ഭാര്യ, മനസ്സിലാവും. പിന്നെ നീ വിചാരിക്കുന്ന പോലെ ഞാൻ അത്ര വലിയ പ്രശ്നക്കാരിയൊന്നുമല്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞ മനസ്സിലാവും. പക്ഷെ നീ പറയണം. ലച്ചു സാർ,